ഹായ്. പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ബില്യണേഴ്സിന്, അവർക്ക് ഒരു 2-3 വർഷം കൂടുമ്പോഴത്തേക്ക് അവരുടെ മൊത്തം അസറ്റിൻ്റെ വാല്യൂ ഡബിൾ ചെയ്ത് പോകുന്നത് എപ്പോഴും CFO സ്ട്രാറ്റജി ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളിടത്ത് അവർ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ്. നമുക്കിപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനാണെങ്കിൽ 1000 പ്രോപ്പർട്ടിയിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് കിട്ടുന്നത്. അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഇവിടെ പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് റിസ്ക് എലിമിനേഷൻ, ഒരു റിസ്ക്കും വരാത്ത രീതിയിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടി ഡീൽ ചെയ്യാൻ പറ്റുക. അതുപോലെ ഡെവലപ്മെൻറ്റ് മോഡൽ എങ്ങനെയാണ്, ഏത് വിധത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് പ്രോപ്പർട്ടിയിൽ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്കിപ്പോൾ 2 ലക്ഷം കോടിയിലധികം രൂപ നിങ്ങൾക്കറിയാം ബാങ്കുകളിൽ കിടക്കുന്നത്. അത് 4 മുതൽ 5% വരെ റിട്ടേൺസ് ഉള്ളൂ. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാത്തത്, പ്രത്യേകിച്ച് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന് പ്രധാന കാരണം അതിൻ്റെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകളിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള അറിവോ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം വന്ന 3 ഇയേഴ്സ് കൊണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടി ഡബിൾ ചെയ്യാം. മേ ബി നെക്സ്റ്റ് ഇയർ പോലും നമുക്ക് സാധ്യമാണ്, വളരെ സൂക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ. റിസ്ക് ഇല്ലാതെ ചെയ്യണം. നമുക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുക, റീറ്റെയിലായിട്ട് കൊടുക്കുക. അപ്പോൾ സെല്ലിങ്ങിനുള്ള പ്രോപ്പർട്ടി സെല്ലിംഗ് ടെക്നിക്സും ബൈയിങ് ടെക്നിക്സും, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ ഉപയോഗിക്കുക, ടാക്സ് ആസ്പെക്റ്റിനകത്ത് ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെ നമുക്ക് ഒഴിവാക്കി നിൽക്കാനായിട്ട് പറ്റും അബ്സല്യൂട്ടായിട്ട്, അതല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആ ഒരു ബർഡൻ എങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റും, ഇതെല്ലാം നമുക്ക് പൂർണ്ണമായും ചെയ്തെടുക്കാവുന്നതാണ്. ആ റെലവൻറ്റ് നോളജ് നമുക്ക് വേണം, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ആ ഒരു വിസ്ഡം. അതാണ് ഈ ഒരു പ്രത്യേക ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.